പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ ഈശോയെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഈശോ ദൈവപുത്രനാണെന്ന് ഞങ്ങളുടെ ഹൃദയത്തിലും അതരത്തിലും ഏറ്റുപറയുവാനും ജീവിതത്തിലുടനീളം ഈ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ ആത്മാവിനാൽ നിറച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ദൈവവചനം പകർത്തി എഴുതുന്നതോടൊപ്പം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ വചനത്തിനനുസൃതമായ ജീവിതം കരുപിടിപ്പിക്കാൻ അമ്മേ മാതാവേ ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് സുവിശേഷത്തിന്റെ തലക്കെട്ടായി നിന്ന ഒന്നാം വാക്യമാണ്, യേശു ദൈവപുത്രനായ മിശിഹായാണെന്ന്. അപ്പൊ ഈ സുവിശേഷത്തിന്റെ തന്നെ ലക്ഷ്യം യേശു ദൈവപുത്രനാണെന്ന് സ്ഥാപിക്കുകയാണ്. പിന്നീട് പല ഭാഗങ്ങളിലും പലരും അവരുടെ അധരങ്ങളിൽ നിന്ന് ഈ വാക്യം വരും. അവസാനം ശതാധിപന്റെ അധരത്തിൽ നിന്നും ആ വാക്യം തന്നെയാണ് പറയുന്നത്, യേശു ദൈവപുത്രനാണെന്ന്. ആ തലക്കെട്ടിന്റെ ആ വാക്യം കഴിഞ്ഞാല് പിന്നീടുള്ള വാക്യത്തില് മർക്കോസ് സുവിശേഷം ഉദ്ധരിക്കുന്നത് യെശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു വാക്യമാണ്. ഇവിടെ യെശയ്യാ പ്രവാചകനെയാണ് സുവിശേഷകൻ ഉദ്ധരിക്കുന്നതെങ്കിലും ഈ ഉദ്ധരണി അതേപടി യെശയ്യായുടെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇതാ നിനക്ക് മുൻപേ പോയി ഞാൻ വഴിയൊരുക്കും എന്നൊരു ഭാഗമാണ്. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:3, മലാക്കി പ്രവാചകൻ 3:1, പുറപ്പാട് 23:20 എന്നീ പഴയ നിയമ ഭാഗങ്ങളുടെ ഒരു സമുച്ചയമാണ് ഇവിടെ കാണുന്നത്. എന്നിരുന്നാലും ഈ ഉദ്ധരണിയുടെ ഏറിയ ഭാഗവും യെശയ്യാ പ്രവാചകനിൽ നിന്ന് എടുത്തത് കൊണ്ടായിരിക്കാം യെശയ്യായുടെ പേര് ഈ ഉദ്ധരണിക്ക് നൽകിയിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേറൊരു വാക്കാണ് മരുഭൂമി. ജെറുസലേമിന് കിഴക്ക് ചാവുകടൽ വരെയുള്ള വിശാലവും വിജനവും ഫലശൂന്യവുമായ കരയാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. ഇതിന്റെ ഒരു പോസിറ്റീവ് അർത്ഥം അല്ലെങ്കിൽ ഭാവാർത്ഥത്തിൽ മരുഭൂമി ദൈവപരിപാലനയുടെയും ദൈവ മനുഷ്യ ബന്ധത്തിന്റെയും അരങ്ങാണ്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 2:2-3, ഹോസിയ 2:14-15, സങ്കീർത്തനം 78 12 മുതൽ 53 വരെ തുടങ്ങിയ വാക്യങ്ങളിൽ ഇത് നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിന്റെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ നിഷേധാർത്ഥത്തിൽ ഇത് പരീക്ഷയുടെയും മറുതലിപ്പിന്റെയും വേദിയാണ്. പുറപ്പാട് 16 നമ്മുടെ പുറപ്പാട് സംഭവത്തില് അവരുടെ പരീക്ഷകളുടെ ഒരു കാലഘട്ടമാണ്. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം, സങ്കീർത്തനം 78 17 22. മരുഭൂമിയില് ഒരുപാട് ദൈവപരിപാലനയും ദൈവമനുഷ്യ ബന്ധത്തിന്റെയും അരങ്ങ് നടക്കുന്നു എന്നുണ്ടെങ്കിലും സാധാരണ അർത്ഥത്തില് ആരും തന്നെ മരുഭൂമിയില് താമസിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ഈ കഴിഞ്ഞ മാസങ്ങളില് ആടുജീവിതം എന്ന ഫിലിം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തുമാത്രം വിഷമകരമായ ഒരു അവസ്ഥയിലൂടെയാണ് മരുഭൂ അനുഭവത്തില് ആ വ്യക്തി കടന്നു പോയത്. അത് ഓരോ വ്യക്തിയുടെയും തന്നെ ഒരു ചിത്രമാണ്. അപ്പൊ സാധാരണ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമല്ല മരുഭൂമി. ബന്ധമില്ലാതെ ജീവിക്കാൻ ആരും ഇഷ്ടപ്പെടുന്നുമില്ല. എന്നാൽ ബൈബിളില് മരുഭൂമിക്ക് രക്ഷാകര ചരിത്രത്തിൽ തന്നെ ഒരു വലിയ പ്രാധാന്യമുണ്ട്. രക്ഷ എപ്പോഴും കൂടുതലും ബൈബിളില് മരുഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വലിയ പ്രവാചകനായ മോശയും ഏലിയായും അതുപോലെ രാജാവായ ദാവീദുമൊക്കെ മരുഭൂമിയിലേക്ക് പലായനം ചെയ്തവരാണ്. പുറപ്പാട് 2:15, 1 സാമുവേൽ 23:14, 1 രാജാക്കന്മാർ 19:3-4 വാക്യങ്ങളിൽ ഇത് കാണാനായിട്ട് സാധിക്കും. യേശു മരുഭൂമിയിൽ നിന്ന് വന്നാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നത്. പലതവണ അവിടുന്ന് മരുഭൂമിയിലേക്ക് പിൻവാങ്ങുകയും ചെയ്തു. ദൈവത്തോട് കൂടുതൽ ബന്ധപ്പെടുന്നതിനും എന്താണ് ദൈവഹിതം എന്ന് കൂടുതൽ മനസ്സിലാക്കുന്നതിനും ഏകാന്തതയിൽ ജീവിക്കുന്നതിനൊക്കെ ആയിരിക്കാം യേശുവും മരുഭൂമിയിലേക്ക് കടന്നുപോയത്. മർക്കോസ് 1:35, 45, 6, 31, 32, 35, 8-4 തിരുവചനങ്ങളിൽ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്നാപയോഹന്നാൻ പിന്നീട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വഴിയൊരുക്കുക.
തന്റെ പ്രസംഗത്തിലൂടെ അനുതാപികളുടെ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ട് യോഹന്നാൻ യേശുവിന് വഴിയൊരുക്കി. അനുതപിച്ചുകൊണ്ട് കർത്താവിന്റെ രണ്ടാം വരവിന് നാമും വഴിയൊരുക്കേണ്ടിയിരിക്കുന്നു. ഈ ലോകത്തിലെ അനുതാപം നിറഞ്ഞ ഒരു ഹൃദയത്തോടു കൂടി ജീവിച്ചുകൊണ്ട് ഈശോയ്ക്ക് നമ്മൾ ഓരോരുത്തരും വഴിയൊരുക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പോസ്തല പ്രവർത്തനം 9:2 ക്രിസ്ത്യാനികളെ മാർഗത്തിൽപ്പെട്ടവരായി വിശേഷിപ്പിച്ചിരിക്കുന്നു. മർക്കൂസിന്റെ വഴി യേശുവിനെ അനുഗമിക്കുവാനുള്ള അല്ലെങ്കിൽ ശിഷ്യത്വത്തിന്റെ ഒരു മാർഗം കൂടിയാണ്. അടുത്തൊരു വാക്കാണ് സ്നാപയോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്നത്, അനുതാപം. ഗ്രീക്കിൽ അതിനെ മെറ്റനോയി എന്ന് പറയും. എന്നാൽ മനം മാറ്റം എന്നാണ് ഇതിനർത്ഥം. ദൈവത്തിലേക്ക് തിരിച്ചു വരിക എന്ന ഹീബ്രുവിന്റെ ഷൂബ് എന്നാൽ അതിനോട് ഒരുപാട് സാമ്യമുള്ളതാണിത്. ഹിബ്രുവിലെ നമ്മൾ ഷൂബ് എന്ന് ഉപയോഗിക്കുമ്പോൾ അത് തിരിച്ചു പോയാൽ പിന്നീട് ഒരിക്കലും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ല. അത്രയ്ക്കും ഒരു ടോട്ടൽ ചേഞ്ച് ആണ് ഷൂബ് എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ പറയും 360 ഡിഗ്രി ചേഞ്ച് എന്നുള്ള അർത്ഥത്തിലെല്ലാം ഉപയോഗിക്കും. അപ്പൊ അതുപോലെ പുതിയ നിയമത്തിൽ ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്കാണ് മെറ്റനോയ, ഒരു ടോട്ടൽ ചേഞ്ച്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പൗലോസ് ശ്ലീഹ. അദ്ദേഹം യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരിക്കലും തിരിച്ചു പോയിട്ടില്ല. തങ്ങളുടെ അനുതാപത്തിന്റെയും ദൈവത്തിൽ നിന്നുള്ള പാപമോചനത്തിനായുള്ള ദാഹത്തിന്റെയും അടയാളമായിട്ട് അവർ ഇങ്ങനെ മാമോദിസ സ്വീകരിച്ചു. വാസ്തവത്തിൽ യഹൂദരുടെ ഇടയിൽ നിന്ന് മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നില്ല. ക്ഷാളന കർമ്മങ്ങളൊക്കെയും അവർ സ്വയം ചെയ്യുകയായിരുന്നു പതിവ്. എന്നാൽ യോഹന്നാൻ അടുത്തേക്ക് വന്നവരോട് യോഹന്നാൻ തന്നെ നേരിട്ട് സ്നാനം നൽകുകയാണ്. അവരല്ല, അവര് സ്വയം സ്നാനം നൽകുകയല്ലായിരുന്നു. യോഹന്നാൻ നേരിട്ട് അവർക്ക് സ്നാനം നൽകാനുള്ള ഒരു കർമ്മം ആരംഭിക്കുകയാണ്. അങ്ങനെ സ്നാനം നൽകുന്ന യോഹന്നാൻ എന്ന അർത്ഥത്തില് ഈ യോഹന്നാന് സ്നാപക യോഹന്നാൻ എന്ന പേരില് ജനങ്ങൾ വിളിക്കാനായിട്ട് തുടങ്ങി. ബൈബിളില് നമ്മള് പ്രത്യേകിച്ച് സുവിശേഷങ്ങളിലേക്കും കടന്നു പോകുമ്പോൾ യേശുവിന്റെ വസ്ത്രധാരണത്തെ പറ്റി നമുക്ക് ഒരിടത്തും കാണാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ സ്നാപക യോഹന്നാന്റെ വസ്ത്രധാരണത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ വേഷം, ആഹാരം, അതിനൊക്കെ കുറിച്ച് മർക്കൂസ് വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാല് സ്നാപക യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് സൂചിപ്പിക്കുകയാണ്. കാരണം തോൽവസ്ത്രവും അരപ്പട്ടയും ഇസ്രായേലിലെ പ്രവാചകന്മാരുടെ വേഷമായിരുന്നു. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 13:4 അത് കാണാനായിട്ട് സാധിക്കും. തോൽവസ്ത്രവും അരപ്പട്ടയും ഇസ്രായേലിലെ പ്രവാചകന്മാരുടെ വേഷമായിരുന്നു. അപ്പൊ ഇവിടെ സ്നാപക യോഹന്നാൻ ആഡംബരത്തിന്റെ ആട്ടിൻ തോല് കൊണ്ടുള്ള വസ്ത്രം അദ്ദേഹം വെറുത്ത് ലാളിത്യത്തിന്റെ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചു എന്ന് സുവിശേഷകൻ സൂചിപ്പിക്കുകയാണ്. സ്നാപകന്റെ വേഷവും ഭക്ഷണവും അധിവാസ സ്ഥലവും സന്ദേശവും ജീവിത രീതിയുമെല്ലാം അദ്ദേഹം ഒരു ദൈവ മനുഷ്യനാണെന്നുള്ള ബോധ്യം ജനങ്ങളിൽ ഉദിപ്പിച്ചു. അതുകൊണ്ട് അവരെല്ലായിടത്തു നിന്നും അദ്ദേഹത്തിന്റെ അടുത്തെത്തി. ഇപ്പൊ നമ്മുടെ നാട്ടിലായാലും ഏതെങ്കിലും ഒരു ദൈവ മനുഷ്യൻ, അങ്ങനെ ദൈവത്തോട് അടുത്തുള്ള ഒരാളുണ്ടെങ്കിൽ സാധാരണ ആളുകൾ എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിലേക്ക് എങ്ങനെ അടുക്കാം എന്ന് ആഗ്രഹിച്ച് അയാളുടെ അടുത്തേക്ക് സമീപിക്കാറുണ്ട്. അതുപോലെ സ്നാപക യോഹന്നാന്റെ വേഷവും ഭക്ഷണവും ജീവിക്കുന്ന രീതിയെല്ലാം കണ്ടപ്പോൾ അതിൽ തന്നെ ആളുകൾക്ക് മനസ്സിലായി ഇദ്ദേഹം ദൈവ മനുഷ്യനാണ്. അപ്പൊ പല സ്ഥലത്തു നിന്നും ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തി. ഇനി സ്നാപക യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് തന്നേക്കാൾ ശക്തനായവൻ എന്നാണ്. തന്നേക്കാൾ ശക്തനായവനാണ് എന്റെ പിന്നാലെ വരുന്നവൻ എന്ന അർത്ഥത്തിലാണ് സ്നാപക യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തിയത്. ശുശ്രൂഷയുടെ കാര്യം നോക്കുകയാണെങ്കിൽ തന്റെ ഇളയവനാണ് യേശു. പക്ഷേ സ്നാപക യോഹന്നാൻ ഈശോയെ തന്നേക്കാൾ ശക്തനായ ഒരു മനുഷ്യനായിട്ട് തന്നെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. സ്നാപക യോഹന്നാൻ വീണ്ടും പറയാണ്, ഞാൻ നിങ്ങളെ ജലം കൊണ്ടാണ് സ്നാനം നൽകിയത്, എന്നാൽ യേശു പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിങ്ങൾക്ക് സ്നാനം നൽകും. അപ്പൊ ഇതാണ് യേശുവിന്റെ ഒരു ശുശ്രൂഷയുടെ തന്നെ വ്യത്യസ്തതയും അതിന്റെ ഉന്നതിയും സ്നാപക യോഹന്നാൻ എടുത്തു കാണിക്കുന്നത്. എന്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിങ്ങൾക്ക് സ്നാനം നൽകുന്നവനാണ്. തന്നേക്കാൾ ഇളയവനായ തന്റെ ശിഷ്യനായ യേശുവിനെ തന്നേക്കാൾ ശക്തനായി പരസ്യമായി പ്രഖ്യാപിക്കുന്ന യോഹന്നാൻ ഇന്ന് നമുക്കൊരു വെല്ലുവിളിയാണ്. കാരണം തന്നേക്കാൾ ഇളയവനാണ്,
പക്ഷെ അദ്ദേഹത്തെ വലിയവനായിട്ട് തന്നെയാണ് സ്നാപക യോഹന്നാൻ കാണുന്നത്. പിന്നെ അതോടൊപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് സ്നാപക യോഹന്നാന് തന്റെ ദൗത്യത്തെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അദ്ദേഹം ഈ ലോകത്തിലേക്ക് വന്നത് ഈ ഈശോയെ മിശിഹായെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യം ഉണ്ടായിരുന്നു. ജനഹൃദയങ്ങളിലേക്ക് യേശുവിലേക്ക് വഴിവെട്ടാൻ സ്നാപക യോഹന്നാൻ ആദ്യം തന്റെ തന്നെ ജീവിതം വെട്ടി ശരിയാക്കി. ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ യൗവനത്തിന്റെ ഏതാണ്ട് അവസാന കാലഘട്ടം വരെ 30 വർഷത്തോളം യേശു ആരാലും അറിയപ്പെടാതെ മരപ്പണി ചെയ്ത് ജീവിച്ചു എന്നത് മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഏതാണ്ട് തന്റെ ഭൗമിക കാലഘട്ടത്തിന്റെ 87% സമയവും യേശുവിൽ നിന്ന് ആവശ്യപ്പെട്ടത് ഒരു സാധാരണ ജീവിതമായിരുന്നു. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത ചിലപ്പോഴെങ്ങനെ ഉണ്ടായിരിക്കാം, ഈശോ 3 വർഷമാണ് പരസ്യ ജീവിതം ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈശോയ്ക്ക് കൂടുതൽ വർഷം പരസ്യ ജീവിതം ചെയ്തെങ്കിൽ എന്തുമാത്രം നന്മ ചെയ്യാമായിരുന്നു എന്നുള്ളത്. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പിതാവിന്റെ ഹിതത്തിന് കീഴ്വഴങ്ങിയ ഈശോ സമയമായപ്പോൾ മാത്രമാണ് തന്റെ പരസ്യ ജീവിതത്തിനായി ഈ ലോകത്തിലേക്ക് വന്നത്. അതുവരെ മാതാപിതാക്കൾക്ക് കീഴ്വഴങ്ങി ജീവിച്ചു. പിന്നീട് നമ്മൾക്ക് കാണാം ഈശോ താമസിച്ചത് ഗലീലയിലെ നസ്രത്ത് എന്ന സ്ഥലത്താണ് മർക്കോസ് സുവിശേഷകനും മറ്റെല്ലാവരും തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗലീലി നോർത്ത് സൈഡിലുള്ള ഒരു പലസ്തീനയുടെ ഭൂപടത്തിൽ നോക്കുകയാണെങ്കിൽ ഗലീലി തടാകത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഗലീലി എന്ന വാക്കിന് വൃത്തം എന്നൊരു അർത്ഥമുണ്ട്. ഗലീലിയുടെ വടക്കും പടിഞ്ഞാറും ഫിനീഷ്യയും സിറിയായും തെക്കുവശത്ത് സമറിയായും കിഴക്ക് ഗലീലി തടാകവും അതിനോട് ചേർന്ന് ജോർദാൻ നദിയുമാണുള്ളത്. ഉന്നത കുലജാതരും സമ്പന്നരുമായ യഹൂദരെല്ലാവരും തന്നെ അങ്ങ് താഴെ യൂദയായിലെ അല്ലെങ്കിൽ സാധിക്കുകയാണെങ്കിൽ ജെറുസലേം നഗരത്തിലാണ് അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നത്. എന്നാൽ ഈ ഗലീലി തടാകത്തോട് ബന്ധപ്പെട്ട് സാധാരണ വിജാതീയര്, അതുപോലെ പാവപ്പെട്ട ആളുകള്, യഹൂദരിൽ തന്നെ 2ാം കിടക്കാരായ ആളുകളാണ് താമസിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈശോ പാവപ്പെട്ടവരുടെ ഒരു സ്ഥലമാണ് തനിക്ക് ജീവിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് വേണം നാം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 52-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, വിജാതീയരുടെ ഗലീലി എന്നാണ് ഈ സ്ഥലം തന്നെ അറിയപ്പെട്ടിരുന്നത്. കാരണം വിജാതീയര് ധാരാളമായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ട് ആയിരിക്കും. ദൈവപുത്രനായ ഈശോ വലിയ ധനികർ താമസിക്കുന്ന സ്ഥലമല്ല തിരഞ്ഞെടുത്തത്, മറിച്ച് പാവപ്പെട്ടവർ താമസിക്കുന്ന സ്ഥലമാണ് തനിക്ക് താമസിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തത്. ഗലീലയിലെ തന്നെ ഒരു ചെറുഗ്രാമമായിരുന്നു നസ്രത്ത്. യേശുവിന്റെ ഔന്നിത്യത്തെ കുറിച്ചുള്ള യോഹന്നാന്റെ വാക്കുകൾക്ക് ശേഷം 1:7-8 യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്നത് നമുക്കൊരു വൈരുദ്ധ്യമായിട്ട് തോന്നാം. കാരണം ദൈവപുത്രനായ യേശു സ്നാപക യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ട ആവശ്യകതയുണ്ടോ എന്ന് നമുക്ക് ഒരു സംശയമാണ്. എന്നാൽ അത് ദൈവഹിത പ്രകാരം ഈശോ സ്നാനം സ്വീകരിക്കാനായിട്ട് സ്നാപക യോഹന്നാന്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ മാമോദീസ സ്വീകരിച്ച വേളയില് സ്വർഗം തുറക്കപ്പെടുകയാണ്. സാധാരണയായിട്ട് യഹൂദര് പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്, ദൈവമേ ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ എന്ന്. ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം എന്നോണം ഇവിടെ ഈശോയുടെ മാമോദീസ വേളയിലെ സ്വർഗം തുറന്നു. ദൈവത്തെയും മനുഷ്യനെയും വേർതിരിച്ചിരിക്കുന്ന ആകാശം യേശുവിന്റെ വരവോടെ പിളർന്നു. നിലച്ചുപോയ ദൈവ മനുഷ്യ സമ്പർക്കം വീണ്ടും ആരംഭിക്കുകയാണ്. അതോടുകൂടി ദൈവം തന്നെ പൂർണ്ണമായി മനുഷ്യനെ വെളിപ്പെടുത്താൻ തുടങ്ങിയാണ്. അതായത് ഈശോയുടെ ആ വരവോടുകൂടി തന്നെ ദൈവം മനുഷ്യനെ വെളിപ്പെടുത്താൻ ആരംഭിച്ചു. എന്നാൽ അതിന്റെ കുറച്ചും കൂടിയും പൂർണ്ണതയില് ഈശോയുടെ ജ്ഞാനസ്നാന വേളയില് സ്വർഗം തുറന്നപ്പോൾ ദൈവം മനുഷ്യനെ തന്നെ വെളിപ്പെടുത്താനായിട്ട് തുടങ്ങി. പരിശുദ്ധാത്മാവ് പ്രാവിനെ പോലെ തന്റെ മേൽ ഇറങ്ങി വരുന്നത് ഈശോ കാണുകയാണ്. ഈ കാഴ്ച സ്നാപക യോഹന്നാനും കണ്ടു എന്ന് 4-ാം സുവിശേഷത്തിൽ, അതായത് യോഹന്നാന്റെ സുവിശേഷം 1:32 കാണുന്നുണ്ട്. എന്നാൽ ഈ ദൃശ്യം മറ്റാർക്കും കാണാനായിട്ട് സാധിച്ചില്ല. ഇനി എന്തുകൊണ്ടാണ് പ്രാവിനെ പോലെ ഇറങ്ങി വന്നു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്,
അപ്പോസ്തല പ്രവർത്തനങ്ങളില് അവരുടെ മേലെ തീനാവുകൾ നാവിന്റെ രൂപത്തിലാണ് വന്നത്. എന്നാൽ ഇവിടെ പ്രാവിനെ പോലെ വരികയാണ്. പ്രാവ് എപ്പോഴും നിഷ്കളങ്കതയുടെ ഒരു പ്രതീകമാണ്. അപ്പോ ഈ ദൈവപുത്രനായ ഈശോ നിഷ്കളങ്കനായ ഒരു കുഞ്ഞാടായി ജീവിച്ച് ഈ ലോകത്തിന് മുഴുവൻ രക്ഷ നൽകാനുള്ള ഒരു ആത്മാവിന്റെ ശക്തി ഈ സ്നാന വേളയില് സ്വർഗത്തിൽ നിന്നും സ്വീകരിക്കുകയാണ്. പരസ്യ ശുശ്രൂഷയ്ക്കായി യേശുവിനെ പരിശുദ്ധാത്മാവ് പ്രത്യേകം ശക്തിപ്പെടുത്തുന്നു എന്നാണ് ഇതിനർത്ഥം. പരിശുദ്ധാത്മാവിന്റെ ആവാസം യേശു ദൈവത്തിന്റെ സഹനദാസനാണെന്നും ലോകരക്ഷകനുമാണെന്നുള്ള സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. യേശു നമുക്ക് ഈ രക്ഷ നേടിത്തന്നത് ഒറ്റ വാക്കുകൊണ്ടല്ല, ഈശോയുടെ സഹനത്തിലൂടെയാണ് നമുക്ക് രക്ഷ നേടിത്തന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42:1, 63:11 നമ്മൾ വായിക്കുന്നുണ്ട്. സഹനദാസന്റെ ഒരു ചിത്രം, എങ്ങനെയാണ് കുഞ്ഞാട് എങ്ങനെയാണ് കൊലകളത്തിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളത്. അപ്പൊ ആ ഒരു ചിത്രം തന്നെയാണ് ഇവിടെ യേശുവിനെ കുറിച്ച് നമ്മുടെ മർക്കോസ് സുവിശേഷകൻ വിവരിക്കുന്നത്. ഇന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾക്ക് വിലയുണ്ട്. നമുക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മളുടെ മനസ്സിലും വരുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഈ സഹനങ്ങൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളെല്ലാം ജീവിതത്തിലേക്ക് വരുന്നത് എന്ന്. ഈശോ നമുക്കിവിടെ ഒരു ഉത്തരം തരികയാണ്. സഹനത്തിലൂടെയാണ് രക്ഷ ലഭിക്കുകയുള്ളൂ, രക്ഷ അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ. ഈശോയുടെ സ്നാന വേളയിലെ സ്വർഗത്തിൽ നിന്നുള്ള ഒരു സ്വരം കേൾക്കുകയാണ്, ദൈവപിതാവിന്റെ സ്വരം. യേശു തന്റെ പ്രിയപുത്രനാണെന്ന് ദൈവം തന്നെ നേരിട്ട് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സ്വരമാണ്. ഈ ഗ്രന്ഥത്തിന്റെ ആരംഭത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം കണ്ടതുപോലെ ഈശോ ദൈവപുത്രനാണെന്ന് വായനക്കാരെ പരിചയപ്പെടുത്തുന്നു. ഇവിടെ ഇത് ദൈവം തന്നെ പ്രഖ്യാപിക്കുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്നുള്ളത്. അപ്പോ ലോകത്തിന് ഒന്നും കൂടിയും മറ്റുള്ളവര് ആ സ്വരം കേട്ടു. അപ്പൊ അവർക്ക് ഒരു ഒന്നുകൂടി ഉറപ്പായി ഈശോ ദൈവപുത്രനാണെന്ന് തന്നെയാണ്. പരിശുദ്ധാത്മാവ് ഈ സ്നാനം വന്ന് ഈശോയിൽ വന്ന് നിറഞ്ഞതിന് ശേഷം ഈശോയെ പെട്ടെന്ന് മരുഭൂമിയിലേക്ക് ആനയിക്കുകയാണ്. അവിടെയും പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് യേശുവിൽ പ്രവർത്തിച്ചു. വളരെ ഹ്രസ്വമായിട്ടാണ് മരുഭൂമിയിലെ പരീക്ഷയുടെ രംഗം മർക്കോസ് വിവരിക്കുന്നത്. മറ്റ് സുവിശേഷങ്ങളിലെ പോലെ ഒരു നീണ്ട വിവരണം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുകയില്ല. പകരം 40 ദിവസവും തുടർച്ചയായി പരീക്ഷിക്കപ്പെട്ട ഒരു പ്രതീതിയാണ് മർക്കോസ് സുവിശേഷം നൽകുന്നത്. ഇതിന് സമാനമായിട്ട് ഇതിങ്ങനെ 40 ദിവസം എന്ന് കൃത്യമായി പറയാൻ കാരണം, ഇസ്രായേൽക്കാര് മരുഭൂമിയില് 40 വർഷം പരീക്ഷിക്കപ്പെട്ടു. അപ്പൊ അതുപോലെ ഈശോയും ഇവിടെ 40 ദിവസം പരീക്ഷിക്കപ്പെടുകയാണ്. ഇനി ഇന്നത്തെ കാലത്തേതുപോലെ 40 ദിവസം നമ്മൾ എണ്ണരുത്. ബൈബിളിന്റെ ഭാഷയില് 40 ദിവസം ഇങ്ങനെ എന്ന് പറയുമ്പോൾ അതൊരു കംപ്ലീറ്റ് വർഷമാണ്. അപ്പൊ ഇസ്രായേൽക്കാർക്ക് ഒരു നല്ലൊരു ഫോർമേഷൻ കിട്ടണമെങ്കിൽ 40 വർഷം പരീക്ഷിക്കപ്പെട്ടു. അതുപോലെ ഇവിടെ ഈശോ 40 ദിവസം തുടർച്ചയായി പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് ഈശോ കടന്നുപോയത്. നല്ലൊരു ഫോർമേഷനും ഈശോയ്ക്ക് അതിലൂടെ ലഭിച്ചു. ഒരാളുടെ തനി സ്വഭാവം വെളിപ്പെടുന്ന അവസരമാണ് പരീക്ഷകൾ. സഹനങ്ങളിൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന നീതിമാനാണ് ദൈവത്തിന്റെ പുത്രൻ എന്ന് ബൈബിളിൽ നമുക്ക് ജ്ഞാനത്തിന്റെ പുസ്തകം 2, 12, 20, 51, 23 എന്നീ വാക്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ജീവിതത്തിലെ സുഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എളുപ്പമാണ് ദൈവത്തോട് കൂടെ നിൽക്കാനും എല്ലാം നന്മ ചെയ്യാനും ഒക്കെ. പക്ഷെ ജീവിതത്തിൽ ചില സഹനങ്ങൾ വരുമ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് മനസ്സിലാകാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാനും നീതിമാനായി ജീവിക്കാനും അത്ര എളുപ്പമല്ല. ജോബിന്റെ പുസ്തകം നമുക്കിതിന് വലിയൊരു ഉദാഹരണവും മാതൃക കൂടിയാണ്, സഹനങ്ങളിൽ എങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കണം എന്നത്. ബൈബിളിന്റെ ആരംഭത്തിൽ തന്നെ ഏദൻ തോട്ടത്തിൽ ആദി മാതാപിതാക്കൾ പിശാചിനാൽ പ്രലോഭിക്കപ്പെടുകയും അതിൽ അവർ വീണു പോകുകയും ചെയ്യുന്നതായി നാം വായിക്കുന്നുണ്ട്. എന്നാൽ രണ്ടാം ആദമായ യേശു മരുഭൂമിയിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ ഏകനായി പ്രലോഭനത്തെ ദൈവവചനം കൊണ്ട് നേരിട്ട് വിജയിക്കുന്നു. അതിവിടെ വളരെ വലിയ പ്രത്യേകതയാണ്. ഈശോ തനിച്ചാണെങ്കിലും പിതാവിന്റെ കൂടെ ആയിരുന്നത് കൊണ്ടാണ് പ്രലോഭനത്തെ ജയിക്കാനായിട്ട് സാധിക്കുന്നത്.
നമ്മുടെ ജീവിതങ്ങളിലും നമ്മളും ഏകരായിരിക്കുമ്പോൾ മരുഭൂ അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുമ്പോൾ ദൈവത്തോട് കൂടെ ചേർന്ന് നിന്നാൽ നമ്മുടെ ജീവിതത്തിലെ പ്രലോഭനങ്ങളെയും ജയിക്കാനായിട്ട് സാധിക്കും. ഒപ്പം ദൈവവചനവുമാണ് നമുക്ക് ശക്തി നൽകുന്നത്. സ്നാപക തടവ് അപ്പോൾ യേശു കേട്ടു. അത് യേശുവിനെ ഒരു ഭയാക്രാന്തനാക്കിയില്ല. പകരം യേശു തന്റെ ശുശ്രൂഷ ഗലീലയിലെ ധൈര്യസമേതം ആരംഭിക്കുകയാണ് ചെയ്തത്. ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് യേശു രംഗപ്രവേശം ചെയ്യുന്നു. ഇവിടെ ദൈവത്തിന്റെ സുവിശേഷം എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള സദ്വാർത്ത എന്നും ദൈവത്തിൽ നിന്നുള്ള ഒരു സദ്വാർത്ത എന്നും നമുക്ക് വ്യാഖ്യാനിക്കാം. അതായത് ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ നാം രണ്ടു കാര്യമാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഉറവിടം എന്താണ്, അത് ആരെക്കുറിച്ച് ആണ്. അപ്പൊ അതിന്റെ ഉറവിടം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ ദൈവം തന്നെയാണ്. അതേസമയം അതിന്റെ ഉള്ളടക്കം എന്താന്ന് വെച്ചാല് അത് ദൈവത്തെക്കുറിച്ചുള്ള സദ്വാർത്തയാണ്. അപ്പൊ അങ്ങനെയാണ് നാം ദൈവത്തിന്റെ സുവിശേഷം എന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ പറയുന്നുണ്ട് സമയം സമാഗതമായി എന്നുള്ളത്. ഈശോ പറയാണ് മിശിഹായെ കുറിച്ച് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ നിറവേറുന്ന സമയം ഈശോയുടെ ഈ വരവോടുകൂടി ആരംഭിച്ചിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തില് എന്താണ് കരണീയമെന്ന് യേശു തുടർന്ന് വ്യക്തമാക്കുന്നു. സ്നാപയോഹനൻ പറഞ്ഞ ഒരു വാക്ക് അദ്ദേഹം പറയുന്നുണ്ട്, അനുദപിക്കുക. ഒപ്പം ഈശോ കൂട്ടിച്ചേർക്കുകയാണ്, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇന്നും നമുക്ക് ഈശോ നൽകുന്ന വാഗ്ദാനം മനസ്സിലാക്കാനായിട്ട് നാം ചെയ്യേണ്ടത് നമ്മുടെ പഴയ പാപ സാഹചര്യങ്ങളിൽ നിന്ന് നാം അനുദപിക്കണം. ഒപ്പം സുവിശേഷത്തില് വിശ്വസിക്കണം. സുവിശേഷം എന്നാൽ വെറുതെ വാക്കുകളും അല്ല, മറിച്ച് ഈശോയിൽ തന്നെ നാം വിശ്വസിക്കണം. പിന്നീട് ഈശോ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ദൈവരാജ്യത്തെ കുറിച്ച് പറയുന്നു. ഇവിടെ ദൈവരാജ്യം എന്നാൽ ദൈവത്തിന്റെ ഭരണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. യേശുവിന്റെ പ്രസംഗങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും എല്ലാം കാതൽ ദൈവരാജ്യമായിരുന്നു. ദൈവരാജ്യം ആഗതമായിരിക്കുന്നു എന്നതിന്റെ പ്രത്യക്ഷമായ അടയാളങ്ങളായിരുന്നു യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിലൂടെ, പ്രത്യേകമായി അവിടുത്തെ അത്ഭുതങ്ങളിലൂടെ തെളിഞ്ഞത്. അപ്പോ അത്ഭുതങ്ങൾ അതിൽ തന്നെ ഒരു എൻഡല്ല, മറിച്ച് അതിലൂടെ ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമാക്കി തീർക്കുന്ന മാർഗങ്ങളായി തീർന്നു. ഈ ദൈവഭരണത്തിന്റെ സമ്പൂർണത കൈവരുന്നത് മനുഷ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനത്തോടുകൂടിയാണ്. അപ്പൊ ഇന്നും നാം ജീവിക്കുമ്പോൾ ഈ ദൈവഭരണം നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു പൂർണ്ണത വരുന്നത് ഈശോയുടെ രണ്ടാമത്തെ വരവോടുകൂടിയാണ്. ഈശോ സ്നാപയോഹനാനെ പോലെ അനുദപിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് മെറ്റ്നോയി എന്ന ഗ്രീക്ക് പദം, മാനസാന്തരം. അതായത് ദൈവവിരുദ്ധമായ സകലത്തിൽ നിന്നും ദൈവത്തിലേക്കുള്ള മനസ്സിന്റെ അന്തരം അഥവാ മാറ്റമാണ് മാനസാന്തരം. ദൈവവിരുദ്ധമായ സകലത്തിൽ നിന്നും ദൈവത്തിലേക്കുള്ള മനസ്സിന്റെ അന്തരം അഥവാ മാറ്റമാണ് മാനസാന്തരം. അത് പലർക്കും പലതരത്തിലായിരിക്കാം. കുടുംബ ജീവിതം നയിക്കുമ്പോൾ ദൈവവിരുദ്ധമായ ഒരുപാട് സാഹചര്യങ്ങൾ നമുക്കുണ്ടായിരിക്കും. ഓരോ വ്യക്തിയും ജീവിക്കുന്ന സാഹചര്യങ്ങളില് വ്യത്യസ്തമായ അനുഭവങ്ങൾ ദൈവവിരുദ്ധമായതുണ്ടായിരിക്കും. അപ്പൊ അതിൽ നിന്നെല്ലാം ദൈവത്തിലേക്കുള്ള മനസ്സിനെ തിരിക്കലാണ്, അല്ലെങ്കിൽ ദൈവത്തിലേക്കുള്ള ഒരു മാറ്റമാണ് മാനസാന്തരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ദൈവമല്ലാത്ത എല്ലാത്തിൽ നിന്നും പിന്തിരിയുകയും അതേസമയം ദൈവത്തിലേക്ക് തിരിയുകയും ചെയ്യുക. ഒരെണ്ണം നമ്മൾ ഉപേക്ഷിക്കണം, വലിയൊരു നന്മ കണ്ടിട്ട്, അതായത് ദൈവത്തെ കണ്ട് ദൈവത്തിന്റെ മാർഗം കണ്ട് മറ്റുള്ള മാർഗങ്ങളും ഉപേക്ഷിക്കണം. ചെയ്ത തെറ്റിനെ ഓർത്തുള്ള വിലാപത്തെക്കാൾ ഉപരിയായി ഇനി തെറ്റ് ചെയ്യാതിരിക്കാനുള്ള മനസ്സിന്റെ നിശ്ചയമാണ് മാനസാന്തരത്തെ സ്ഥായിയാക്കുന്നത്. നമ്മൾ പലപ്പോഴും ഈ ധ്യാന സെന്ററുകളിൽ അവിടെ ഇവിടേക്കും പോകുമ്പോൾ കുറച്ചു നാളത്തേക്ക് നമ്മൾ ഓക്കെ ആയിരിക്കും. മനുഷ്യന്റെ ഒരു നിലപാട് അങ്ങനെ തന്നെയാണ്. എന്നാൽ ചിലരിലുള്ള മാനസാന്തരം നമുക്കാണ് അത് സ്ഥായിയായിട്ട് നിലനിൽക്കുന്നത്. ബൈബിളിലും അതിന് ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ചില വ്യക്തികളുടെയും അതുണ്ട്. അപ്പോ നമ്മളൊരു തെറ്റിനെ ഓർത്ത് വിലപിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇനി ആ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള നമ്മുടെ ഒരു ദൃഢനിശ്ചയം, ഇത് നമുക്ക് സ്വയം സാധിക്കുകയില്ല. ദൈവത്തിന്റെ വലിയ കൃപ നമുക്ക് ആവശ്യമാണ്. കുദാശകളുടെ സ്വീകരണം, വിശുദ്ധ കുർബാന, കുംഭസാരം, നമ്മുടെ നല്ല ജീവിത രീതികളെല്ലാം ഇതിന് വളരെ അത്യാവശ്യമാണ്.
ഈശോ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതോടൊപ്പം സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്നുള്ളത്. ദൈവരാജ്യത്തെ കുറിച്ചുള്ള യേശുവിന്റെ പ്രസംഗത്തെയാണ് സുവിശേഷം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. ആദിമസഭയുടെ പ്രസംഗത്തിന്റെ ചുരുക്കം ഇവിടെ നമുക്ക് കാണാം. അപ്പോസ്തല പ്രവർത്തനം 11:17-8, 20-21, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 6:1 വാക്യങ്ങളിലെല്ലാം ബൈബിളിൽ വിശ്വാസം, അതായത് പിസ്തീസ് എന്നത് ബുദ്ധിപരമായ ബോധ്യത്തിൽ ഒതുങ്ങുന്നതല്ല, അത് ദൈവത്തിലുള്ള ആശ്രയത്വവും സമ്പൂർണ്ണ സമർപ്പണവും കൂടി ഉൾക്കൊള്ളുന്നതാണ്. ഈ വിശ്വാസം ദൈവത്തിന്റെ ദാനമാണ്. ഞാൻ വിശ്വസിക്കുന്നതും ദൈവത്തിലാണ്. അപ്പോ ദൈവത്തിന്റെ ദാനമായ ദൈവത്തിൽ നിന്ന് എനിക്ക് തരുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എനിക്ക് ചെയ്യാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്, വിശ്വസ്തയോടുകൂടി എന്റെ ജീവിതത്തെ ക്രമീകരിക്കുക. ദാനമായി ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന വിശ്വാസം ഞാൻ വിശ്വസ്തയോടുകൂടി ജീവിച്ചാലേ എന്റെ ജീവിതത്തിൽ ഞാൻ തളരുകയില്ല. ഒപ്പം ഞാൻ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുകയും അങ്ങനെ ഒരു സമ്പൂർണ്ണ സമർപ്പണത്തോടുകൂടി ജീവിച്ച് ദൈവത്തോടൊപ്പം ജീവിക്കാനുള്ള വലിയ കൃപ ഞാൻ നേടിയെടുക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഒരു വചനഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്, ദൈവം തന്റെ പുത്രന് വേണ്ടി തിരഞ്ഞെടുത്തത് നസ്രത്ത് എന്നൊരു ചെറിയ ഒരു ഗ്രാമമാണ്. നമ്മുടെയൊക്കെയും പലരുടെയും ചില ഗ്രാമങ്ങൾ ചെറുതാണ്. നമ്മളിപ്പോ അമേരിക്ക, യൂറോപ്പ് പോലെയുള്ള വലിയ ഗ്രാമങ്ങളിലല്ല താമസിക്കുന്നത്. നമ്മുടേതായ ഒരു ചെറിയ ഒരു ഗ്രാമത്തിലൂടെ താമസിക്കുകയാണ്. വലിയ പട്ടണങ്ങളിൽ സമ്പന്നരായ മാതാപിതാക്കളിൽ ജനിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടി ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ സാധിക്കാത്തതിന്റെ ബുദ്ധിമുട്ട് ഇന്ന് നമ്മുടെയൊക്കെ ചിലരുടെ, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം. എന്നാൽ അവർക്കൊരു ആശ്വാസവും ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകുന്ന കാര്യമാണ്, യേശുവും എളിയ ജീവിത സാഹചര്യങ്ങളിൽ പങ്കുപറ്റിയവനാണെന്ന സത്യം. ഒരു സാധാരണക്കാരനായി തൊഴിൽ ചെയ്ത് ജീവിച്ചുകൊണ്ട് നമ്മുടെ സാധാരണ ജീവിതത്തെ അവിടുന്ന് രക്ഷാകരമാക്കി മാറ്റി. യേശുവിന്റെ ജ്ഞാനസ്നാനാവസരത്തിൽ എന്ന പോലെ നമ്മുടെ മാമുദീസ വേളയിലും ദൈവം നമ്മോടും പറഞ്ഞിട്ടുണ്ടായിരിക്കും, നീ എൻ്റെ പ്രിയപുത്രനാണ് അല്ലെങ്കിൽ പ്രിയപുത്രിയാണ് എന്നുള്ളത്. നമ്മള് കൊച്ചു കുട്ടികളായതുകൊണ്ട് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല, എന്നാലും സ്വർഗം അത് കേട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. മക്കളെല്ലാവരും അവരുടെ മാതാപിതാക്കൾക്ക് പ്രിയപ്പെട്ടവരാണ്. എന്നാൽ യേശു പിതാവിനെ പ്രസാദിപ്പിച്ചതുപോലെ നാമും നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനെയും നമ്മുടെ മാതാപിതാക്കന്മാരെയും പ്രസാദിപ്പിക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അപ്പൊ അങ്ങനെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കാണുകയായിരുന്നു, പിതാവായ ദൈവം എങ്ങനെയാണ് ഈശോയെ തന്റെ ജ്ഞാനസ്നാന അവസരത്തിൽ ഈ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത്. തന്റെ സ്വന്തം പ്രിയപ്പെട്ട പുത്രനാണെന്നും ഈശോ മരുഭൂമിയിലേക്ക് പരീക്ഷയ്ക്ക് വിധേയപ്പെട്ടെങ്കിലും അവിടെ തളരാതെ ദൈവവചനത്തിലും പിതാവായ ദൈവത്തിലും ആശ്രയിച്ചു ജീവിക്കുകയും നസ്രത്തിലെ മാതാപിതാക്കൾക്ക് കീഴ്വഴങ്ങി ജീവിക്കുകയും ചെയ്തു എന്നെല്ലാം നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ പ്രിയ മകനും മകളുമായി ജീവിച്ച് ദൈവവചനത്തിലും ദൈവപിതാവിനോടും ചേർന്ന് നിന്നുകൊണ്ട് ഈശോയ്ക്ക് ഈ ലോകത്തിൽ സാക്ഷ്യം വഹിക്കുവാനായിട്ട് പരിശ്രമിക്കാം. നമുക്കൊരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന പിതാവായ ദൈവമേ, ഞങ്ങളുടെ എല്ലാം ജീവിതത്തില് ഞങ്ങളും ദൈവത്തിന് പ്രിയപ്പെട്ട മകനും മകളുമാണ് എന്നുള്ള വലിയ ബോധ്യത്തോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതത്തിലെ സഹന നിമിഷങ്ങളിലും അനുഭവങ്ങളിലും തളരാതെ പിതാവായ ദൈവത്തിലും ദൈവവചനത്തിലും അധിഷ്ഠിതമായി ജീവിച്ചുകൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും അങ്ങനെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബ ജീവിതത്തിലും ഈശോയെ അങ്ങയുടെ ദൈവിക രാജ്യം കെട്ടിപ്പടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.